പേസ്റ്റൽ ഷെയ്ഡ്സിൽ കാശ്മീരി സ്റ്റൈൽ എംബ്രോയിഡറി വരുന്ന റോജുഡ് ഫാബ്രിക്കിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണുന്നത്. എല്ലാ ലൈറ്റ് ഷെയ്ഡ്സാണ്, അതുകൊണ്ട് തന്നെ എല്ലാ കളർ സ്കിൻ ടോണിലുള്ള മാച്ചാവുന്ന കളേഴ്സാണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു കാശ്മീരി സ്റ്റൈൽ വർക്ക് നെക്കിലും വരുന്നുണ്ട്, ദുപ്പട്ടയിലും വരുന്നുണ്ട്. ഇതിൻ്റെ നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന വർക്ക് ഈ ഒരു എംബ്രോയിഡറിക്കും ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ല, കുറച്ച് ഒരു പേസ്റ്റൽ ടച്ച് വരുന്നതിന് കുറച്ച് ഡിം ആയിട്ടുള്ള ഷെയ്ഡ്സാണ് ഈ ഒരു വർക്കിന് വേണ്ടി ഇതിൽ കൊടുത്തിരിക്കുന്ന. യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്കിൻ്റെ ഷെയ്ഡ്, വൈറ്റ്, ഗ്രീൻ്റെ തന്നെ ഒരു ഗ്രീനും ബ്രൗണും ബ്ലെൻഡ് ആയിട്ടുള്ള ഷെയ്ഡ്, അങ്ങനെ കുറേ കളേഴ്സാണ് അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു കാശ്മീരി സ്റ്റൈൽ എംബ്രോയിഡറിയും പിന്നെ സ്കാപ്രി ആയിട്ടും ദുപ്പട്ടയുടെ സ്കാപ്രി ആയിട്ടും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ സെയിം കളറിൽ തന്നെ വരുന്ന കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ആഷും അതുപോലെ തന്നെ ഒരു ലെവൻഡറും കൂടെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡാണ്. കോമൺ ആയിട്ട് അധികം വരാത്ത ഒരു കളറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും ആ ഒരു എംബ്രോയിഡറിക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ്. ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഹെവി ആയിട്ട് ആ സെയിം കോമ്പിനേഷൻ തന്നെയുള്ള വർക്ക് കൊടുത്തിരിക്കുന്നു. തേർഡ് കളർ വരുന്ന ഒരു ലെമണിലോടെ കുറച്ചും കൂടെ ഒരു ഗ്രീൻ ടച്ച് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡ്. എല്ലാ ലൈറ്റ് ഷെയ്ഡ്സാണ്, കോമ്പിനേഷൻ എല്ലാത്തിലും യൂസ് ചെയ്തിരിക്കുന്നതും സെയിം തന്നെയാണ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ട, അതാണ് ഈ ഒരു സെറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കാശ്മീരി സ്റ്റൈൽ മൾട്ടി കളർ എംബ്രോയിഡറിയും പിന്നെ ഇതിനോടെ ഈ ഒരു കളറിനോടെ പെയർ ചെയ്തിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ വരുന്നത്, ഒരു ബ്ലൂവിൻ്റെ കുറച്ച് പേസ്റ്റലായിട്ടുള്ള ഷെയ്ഡ്. ഇതിൻ്റെ കൂടെയും പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം കോട്ടൺ ഫാബ്രിക്കിൻ്റെയാണ്. ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 1290 ആണ്, 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നതും ഈ ഒരു റോജുഡ് ഫാബ്രിക്കിൽ തന്നെയാണ്, സെയിം സ്റ്റൈലിൽ തന്നെയുള്ള വർക്ക്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന മൾട്ടി കളർ വർക്കല്ല, ആ ഒരു സെയിം കളർ തന്നെ, വൈറ്റ് കളറിൽ വരുന്ന ഒരു കാശ്മീരി സ്റ്റൈലിൽ വരുന്ന ഒരു വർക്കാണ് ഇതിൻ്റെ നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ സെറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. ദുപ്പട്ട ഇതേ രീതിയിൽ രണ്ട് സൈഡിലും ആ വൈറ്റ് കളറിൽ തന്നെയുള്ള സെയിം സ്റ്റൈലിൽ തന്നെയുള്ള ബോർഡർ വർക്കായിട്ടുള്ള ദുപ്പട്ട, അതുപോലെ തന്നെ സ്കാപ്റ്റർ ചെയ്തിട്ടും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. പിങ്കിൻ്റെ ഷെയ്ഡാണ്, ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നത്. മുമ്പ് കണ്ട അതേ സ്പെസിഫിക്കേഷൻ തന്നെ ഇതിലുള്ളൂ. വൈറ്റ് കളറുള്ള വർക്കാണ്, കാശ്മീരി സ്റ്റൈൽ വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം. ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, ഓൾമോസ്റ്റ് ഒരു മീൻ ഗ്രീനോടൊക്കെ സാമ്യമുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്, അതിലും വൈറ്റ് കളറിൽ തന്നെയുള്ള ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നു. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺ ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. കോട്ടൺ ഫാബ്രിക് തന്നെ വരുന്ന ബോട്ടം. ലാസ്റ്റ് കളർ വരുന്നത് ഒരു ക്രീമും യെല്ലോയും കൂടെ ചേർന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1290 ആണ്, 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നാളെ 6 AM പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.